ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എന്താ പറയുക, എനിക്ക് പോർട്ട് പാക്കിൽ നമ്മുടെ റോഡ്രിഗോനെ കിട്ടിയിട്ടുണ്ട്, ഫ്രീ ട്രൈ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിന്ന് ചെക്കിനെ ഇറക്കുന്നുണ്ട്, എങ്ങനെയുണ്ടാവും നോക്കാം. നമ്മുടെ ഡിവിഷൻ മാച്ചിൽ അങ്ങനെ നമ്മുടെ ഓപ്പോണ്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓപ്പോണ്ട് എങ്ങനെയുണ്ടെന്ന് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 4-1-2-3 ആണ്. ഏകദേശം എല്ലാ ദിവസവും ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ക്വിക്ക് കൗണ്ടറാണ്, സാബിയുടെ ടീമാട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കോഡാണ്. എംബാപ്പെ, ഹാളൻഡ്, ഗ്രീസ്മാൻ, അത്യാവശ്യം എല്ലാവരും ഉണ്ട്. ഡിബ്രൂണി എല്ലാവരും ഉണ്ട്. ഡിലൈറ്റ്, നമ്മുടെ ഗോളി തന്നെ 100 റേറ്റഡ് ആണ് ഗൈസ്. അപ്പം നമുക്കെന്നാൽ മാച്ചിലോട്ട് കിടക്കാം. സെറ്റാണ് എല്ലാം. ഓക്കെ ഗൈസ്, അപ്പം ഓപ്പോണ്ട് റെഡിയാണ്. നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പോണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എപ്പിക് പ്ലെയറിനെ ആരെയും കിട്ടിയിട്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, അപ്ഡേറ്റ് വരുമ്പോഴത്തേനും ഗൈസ് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം എപ്പിക് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂ ലോഗിൻ ചെയ്തവർക്കൊക്കെ കുറെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അവരുടെ ടച്ചാണ് ഹാളൻഡ്. ഓക്കെ, ചെക്കൻ തുടങ്ങുന്നുള്ളൂ ഗൈസ്. ഹാളൻഡ്, ജോർഹിൻഹോ. ഓക്കെ, ഓഫ് ഡിലൈറ്റ്. ഓക്കെ, എംബാപ്പെ. ഗോൾ ഗൈസ്, ഗോൾ. അപ്പോൾ നമ്മൾ 6-ാം മിനിറ്റിലൊരു കിടിലൻ ഗോൾ ഇട്ടിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ഞാനത് അവന്മാരുടെ എടുത്തതാണ് എന്തായാലും. ഓക്കെ, സൂപ്പർ ഗോൾ. എന്താ ചെറിയൊരു നമ്മുടെ ഗോളിയാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും നല്ല മാച്ചിൽ നിങ്ങളാരും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എന്തായാലും അടിപൊളി ഒരു എന്താ പറയുക കിടലിനായിട്ടൊരു ഇത് വന്നായിരുന്നു, സേവ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജോർഹിൻഹോ. ഓക്കെ, ഓ ഗൈസ് അവിടുന്ന് ഒരു ഷോട്ട് അടിച്ചതാണ്, പക്ഷെ മറഡോണയ്ക്ക് അടിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചത് ഒരു ഗോൾ കയറുമെന്ന്. കുഴപ്പമില്ല, സേവ് ചെയ്തു മാനുവൽ ന്യൂയർ. ഓക്കെ, ഓക്കെ ഗൈസ്, ഒടേകാട്. ഓഹ് എന്തോ ഒരു ചെറിയ ലാഗ് ഇഷ്യൂ വരുന്നുണ്ടല്ലോ. ഓ ഡിബ്രൂണി, വാൽവെർഡെ പോകുന്നുണ്ട്. ഓക്കെ, എംബാപ്പെ വെക്കമ്പർ എടുത്തു ഗൈസ്. ഉഫ്, ജോർഹിൻഹോ. ഓഫ്, ത്രോ പോയിട്ടുണ്ട്. മെസ്സിക്ക് കൊടുത്തൊരു കിടിലൻ പാസ്സാണ്, പക്ഷെ ത്രോ പോയിട്ടുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ ചെക്കനെ നമുക്ക് ലാസ്റ്റ് ഇറക്കാം ഗൈസ്. ഒഡേഗാർഡ്, ജോർഹിൻഹോ, റോഡ്രിഗോ. കിട്ടിയിട്ടുണ്ട് കിടിലൻ ഗോൾ. എന്റെ മോനെ ഗൈസ് ഗോള്. അപ്പോൾ വാൽവെർഡെ എന്തായാലും ഒരു കിടിലൻ ഗോൾ അടിച്ചിട്ടുണ്ട് വീണ്ടും. ഓക്കെ, പോർട്ട് പാക്ക്. ഓക്കെ, മറഡോണ അവിടെ നിന്ന് ഒരു ക്രോസ് ആയിരുന്നു, നൈസ് ഒരു ക്രോസ് കേട്ടോ. ഓഫ്, ഗോൾ ഗൈസ്. അപ്പോൾ എന്തായാലും അടിപൊളി രണ്ടാമത്തെ ഗോൾ വന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നൈസ് ആയിരുന്നു. നമ്മുടെ ചെക്കന് നമുക്ക് ലാസ്റ്റ് റോഡ്രിഗോനെ ഇറക്കാം. എന്തായാലും ആർക്കെങ്കിലും റോഡ്രിഗോനെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്തായാലും ഓപ്പോണ്ട് ഗൈസ് എന്തോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ചെക്കനോടെ ഉണ്ട്. ചെക്കനെ നോക്കുകയാണെങ്കിൽ റോഡ്രിഗോ ഡീപ് പ്ലേയിങ് ഫോർവേഡ് ആണ്, ട്രിക്കസ്റ്റ് ആണ്, മാച്ചിങ് ആണ്, സ്പീഡിങ് ബുള്ളറ്റ് എല്ലാം ഉണ്ട്. ഓവറോൾ റേറ്റിംഗ് അതുപോലെ തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയാണ്. ഓപ്പോണ്ടിങ് കൂടെ സെറ്റായാൽ മതി ഇനി. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പോൾ ഓപ്പോണ്ട് സെറ്റാണ്. എന്തായാലും നമുക്ക് നോക്കാം. അവരൊന്ന് സബ് ചെയ്യാൻ കയറിയാണോ? ഹാളൻഡ് ടു ജോർഹിൻഹോ. ഓ, ഈ ഒരു ഷോട്ട് നമുക്ക് പണി പാളും. എംബാപ്പേ, ജോർഹിൻഹോ, ഡിബ്രൂണി. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടേ ഡിബ്രൂണി, ഡിലൈറ്റ്, എടാ മെസ്സി. എന്തായാലും ബെക്കംബർ നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്തു. കിമ്മിച്ച്. ഓക്കെ, ജോർഹിൻഹോ. എടേ മെസ്സിക്ക് ഒരു പാസ്സായിരുന്നു ഗൈസ്. അതിനപ്പോൾ എന്തായാലും 2 ഗോൾ അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഹാഫ് ടൈമിന് ശേഷം യമാലിനെ ചെക്കിന് അടിക്കുക. ഷോട്ട് നോക്കുകയാണെങ്കിൽ 4 ഷോട്ട് നമ്മൾ അടിച്ചു. അവർ 1 ഷോട്ട് ഉണ്ടാകത്തി 3 ഫൗളുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി മെസ്സിക്ക് വരെ ഇറക്കാനായിട്ടില്ല. നമുക്കെന്തായാലും നമ്മുടെ റോഡ്രിഗോനെ ഇറക്കാം. അതുപോലെ തന്നെ യമാലിനെ ഇറക്കാൻ ടൈം ആയിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഫോർഡിനെ ഇറക്കാം ഗൈസ്. വേറെ ആരും ഇപ്പോൾ ഇറക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓപ്പോണ്ട് സെറ്റാണ്. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ്രിഗോൻ്റെ ഫസ്റ്റ് മാച്ചാണ്. എങ്ങനെയായിട്ട് നോക്കാം. ചെക്കൻ്റെ ആദ്യത്തെ മാച്ച്. റോഡ്രിഗോ, ജെറാഡ്, ബെക്കംബാർ, ഓക്കെ, ഹുസ്ചേട്ട, മറഡോണ, റോഡ്രിഗോ. ഓഫ്, ഫോഡൻ, ടീസ്മർ, അല്ല ബെക്കംബാർ. ഓക്കെ, ചെക്കൻ പറന്ന് കളിക്കുന്നുണ്ടല്ലോ. മെസ്സി, ബെക്കംബാർ, കോസ്റ്റേട്ട, ജോർഹിൻഹോ, റോഡ്രിഗോ, ഒഡേഗാർഡ്, കിമിച്ച്. ഓക്കെ, നൈസൊരു പാസ്, ക്രോസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഗോളിനടുത്തേക്ക് നൈസ്. മാനുവൽ നോയർ ടു മെസ്സി. ഓക്കെ, ഹാളൻഡ് ഒരു ഷോട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും കോർണർ കിക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് യമാലിൻ്റെ ടൈമായോ നമുക്ക് നോക്കാം. മെസ്സിനെ നോക്കട്ടെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മെസ്സിയുടെ ഇത് തീരാനായിട്ടുണ്ട്. നമുക്ക് ലൂയിസ് ഫിഗോയിനെയും അൽവാരസിനെയും അതുപോലെ തന്നെ നമ്മുടെ യമാലിനെ ഇറക്കാൻ ടൈമായി. ക്യാപ്റ്റൻ അപ്പം ഇപ്പോൾ യമാലാണ്. അതുപോലെ തന്നെ ബ്രൂണോനെ ഇറക്കാം. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു സബ് കഴിഞ്ഞു. അങ്ങനെ റോഡ്രിഗോ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സ്പീഡിംഗ് ബുള്ളറ്റുള്ള പ്ലെയർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പാസുകൾ കിട്ടാത്തതുകൊണ്ടാണ് അടിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഓപ്പോണ്ട് എന്താ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും സണ്ണിനെ കിട്ടിയിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. മുസൈല, കുറച്ച് പ്ലേയേഴ്സ് അങ്ങനെ അത്യാവശ്യം നല്ലൊരു പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളും ഫ്രീ ട്രയൽ കറക്കി നോക്കണം. ആയിട്ട് കളിപ്പിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് കോയിൽ സേവ് ചെയ്യാവുന്നതാണ്. എടാ നല്ലൊരു ചാൻസായിരുന്നല്ലോ. ഓ, ഡിബ്രൂണി, എംബാപ്പേ. ഓ, ഓക്കെ, അറ്റാക്ക് ചെയ്യടേ. കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. എടാ അതൊരു ഇതായിപ്പോയല്ലോ. ഡിബ്രൂണി, ഫോഡൻ. ഓക്കെ, എംബാപ്പേ.
ഓക്കെ അതെന്താ പറ്റിയേ ഗൈസ്? അപ്പോൾ യമാൻ അവിടെ നിന്ന് ഒരു ഇത് ചെയ്തതിൻ്റെ ഞാൻ തോന്നുന്നു. ഫ്രീ കിക്ക് ആയിരിക്കും മിക്കവാറും. ഞാൻ അവിടെ നിന്ന് യമാനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഗൈസ് ഫ്രീ കിക്കാണ്. അപ്പം നമുക്ക് ഒഡേഗാർഡ്. ഓക്കെ ബോളിയൊക്കെ എന്തായാലും സെറ്റാണ്, നമുക്ക് നോക്കാം. 78 മിനിറ്റ് ആയിട്ടോ. ഓക്കെ എൻ്റെ പണി ചെയ്യാം. ഫോൺ ഒഡേഗാർഡ്. ഏട്ടാ അപ്പൊ എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാച്ച് അങ്ങനെ ജയിച്ചിട്ടുണ്ട്. ഒരു കിടിലൻ മാച്ചായിരുന്നു, അടിപൊളി. അപ്പൊ എന്തായാലും റോഡ്രിഗോ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്. ഹാഫ് ടൈമിന് ശേഷം പിന്നെ അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്, അങ്ങനെ 2 ഗോളുകൾക്ക്. അപ്പം ഡിവിഷൻ എന്തായാലും പ്രൊമോട്ട് ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ 4 ഷോട്ട് ഓൺ ടാർഗറ്റ് ഫൗൾ ഒന്നുണ്ട്, അത് നമ്മൾ ആ ഫ്രീ കിക്ക് ചെയ്തുകൊണ്ടാണ്. ഓക്കെ അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.